സിറ്റി ഫ്ലവർ വീക്കെൻഡ് അറേബ്യയുടെ മറ്റൊരു എപ്പിസോഡ് കൂടി ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സ്വാധീനം വല്ലാതെ കുറയുകയാണ്. ലുക്ക് ഈസ്റ്റ് പോളിസിക്ക് കരുത്തു പകരാൻ അറബ് രാജ്യങ്ങൾ തിടുക്കം കൂട്ടുന്നതും യാങ്കി നേതൃത്വത്തിന് ഫലത്തിൽ തിരിച്ചടിയായി മാറുകയാണ്. ഈ സാഹചര്യത്തിലാണ് പ്രബല അറബ് രാജ്യമായ സൗദി അറേബ്യയിൽ തിരക്കിട്ട് സന്ദർശനം നടത്താൻ US പ്രസിഡന്റ് ബറാക് ഒബാമ തയ്യാറായതും. പോയ വാരം നടന്ന ആ സന്ദർശനത്തിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അടുപ്പം വർദ്ധിച്ചുവോ? വീക്കെൻഡ് അറേബ്യ ആരായുന്നു. US പ്രസിഡന്റ് പദം ലഭിച്ച ഉടൻ ഒബാമ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. സഹകരണമല്ല, തന്ത്രപ്രധാന പങ്കാളിത്തമാണ് സൗദി അറേബ്യ ഉൾപ്പെടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി അമേരിക്ക ലക്ഷ്യം വെക്കുന്നതെന്ന്. അതിനുശേഷം ലോകത്ത് പൊതുവെയും പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ചും കാതലായ ഒട്ടേറെ രാഷ്ട്രീയ മാറ്റങ്ങൾ വന്നു. രാജ്യങ്ങളുടെ വിദേശ നയതന്ത്ര സ്ട്രാറ്റജികൾ പാടെ മാറി. പുതിയ ലോകക്രമത്തിൽ അമേരിക്കൻ സ്വാധീനം കുറയുകയും യൂറോപ്യൻ യൂണിയനും ചൈനയും റഷ്യയും മുൻനിരയിലേക്ക് കടന്നുവരികയും ചെയ്തു. ശാക്തിക സന്തുലനത്തിൽ വന്ന ഈ മാറ്റം പുതിയ സൗഹൃദങ്ങൾക്ക് രൂപം നൽകി. പഴയ സൗഹൃദങ്ങൾ ദുർബലപ്പെടുകയും ചെയ്തു. സ്വാഭാവികമായും കൂടുതൽ വിലയൊടുക്കേണ്ടി വന്നതാകട്ടെ അമേരിക്കയ്ക്കും. US പ്രസിഡന്റ് ബറാക് ഒബാമ പോയവാരം നടത്തിയ തിരക്കിട്ട സൗദി സന്ദർശനം ശ്രദ്ധിക്കപ്പെട്ടത് ഈ പുതിയ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെ. പതിറ്റാണ്ടുകളായി ആത്മബന്ധം പുലർത്തുന്നവരാണ് അമേരിക്കയും സൗദിയും. പശ്ചിമേഷ്യയിൽ US-ന്റെ ഏറ്റവും അടുത്ത സഖ്യരാജ്യം. അതിനപ്പുറം എണ്ണസമ്പന്ന രാജ്യത്തിന്റെ പിന്തുണ അമേരിക്കൻ സമ്പദ്ഘടനയ്ക്കും ഏറെ പ്രധാനം. അരാംകോ ഉൾപ്പെടെ വിജയകരമായ എണ്ണ സംയുക്ത സംരംഭങ്ങൾ തുടക്കം മുതൽ രൂപപ്പെടുത്താൻ ഇരുകൂട്ടരും മനസ്സുവെച്ചു. സൗഹൃദ ഭംഗം ഭയന്ന് പലതും കണ്ടില്ലെന്നു വെച്ചാണ് ഇത്രയും കാലം ഈ ബന്ധം തളിരിട്ടതും. എന്നാൽ ഇപ്പോൾ ചിലതൊക്കെ മറനീക്കി രംഗത്തു വരികയാണ്. ഇറാനുമായുള്ള ചങ്ങാത്തവും സിറിയൻ പ്രതിസന്ധിയിൽ കൈക്കൊണ്ട നിസ്സംഗ നിലപാടും ഈജിപ്തിലെ രാഷ്ട്രീയ മാറ്റത്തിൽ അനുവർത്തിച്ച സമീപനവുമൊക്കെയാണ് സൗദി അമേരിക്കയെ പ്രിയ രാഷ്ട്ര പദവിയിൽ നിന്ന് മാറ്റി നിർത്താൻ കാരണം. ഈ സന്ദർശനത്തിൻ്റെ പ്രധാന കാരണം അമേരിക്കയുടെ താല്പര്യം മാത്രമായിരുന്നു. കാരണം അമേരിക്ക പശ്ചിമേഷ്യയിൽ അവരുടെ രാഷ്ട്രീയ കാലാകാലങ്ങളായി അനുവർത്തിച്ചു വന്നിരുന്ന രാഷ്ട്രീയ കളികളിൽ നിന്ന് ഒരു മാറ്റം ഇറാനുമായുള്ള ബന്ധത്തിൽ ഉണ്ടാവുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ സിറിയയിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന യുദ്ധത്തിൻ്റെ കാര്യത്തിൽ അമേരിക്ക ചുവടുമാറ്റം നടത്തുകയും ചെയ്യുമ്പോഴുണ്ടായ രാഷ്ട്രീയ അസ്ഥിരതയിൽ സൗദി അറേബ്യ, അതായത് അമേരിക്കയുടെ വളരെ കാലത്തെ സൗഹൃദ രാജ്യമായ സൗദി അറേബ്യക്ക് ഒരുപാട് അമേരിക്കയുടെ ഈ തരത്തിലുള്ള കരണമറച്ചിൽ ഒരുപാട് പരിഭ്രാന്തി ഉളവാക്കി എന്നുള്ളതാണ് ഒരു യഥാർത്ഥ കാരണം. ഏതാനും മണിക്കൂറുകൾ മാത്രമായിരുന്നു ഒബാമ സൗദിയിൽ ചെലവിട്ടത്. അബ്ദുള്ള രാജാവുമായി ചർച്ച നടന്നു. ജിയോ പൊളിറ്റിക്സിനു പുറമെ സാമ്പത്തികം, എണ്ണ, മേഖലയുടെ സുരക്ഷ എന്നീ 4 അജണ്ടയിലാണ് US സൗദി സന്ദർശനം നിർണായകമാകുന്നത്. ഇറാനുമായി US നടത്തിയ രഹസ്യ ചർച്ചകളും അതിൽ നിന്ന് അറബ് രാജ്യങ്ങളെ മാറ്റി നിർത്തിയ നടപടിയും US-നെ കുറിച്ച് സംശയം ബലപ്പെടുത്തി. സിറിയയിൽ ബഷാറുൽ അസദ് ഭരണകൂടത്തെ അമർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായി രാസായുധങ്ങൾ നശിപ്പിക്കാനുള്ള UN നീക്കം നടന്നപ്പോൾ അതിനെ പിറകോട്ടടുപ്പിച്ചത് US വഴിമാറ്റമായിരുന്നു. റഷ്യയും ഇറാനും ഹിസ്ബുല്ലയും മേഖലയിൽ സ്വാധീനമുറപ്പിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായതാണ് സിറിയൻ പ്രതിസന്ധിയുടെ ബാക്കി പത്രം. സിറിയൻ പ്രതിപക്ഷ സഖ്യത്തോടായിരുന്നു സൗദി ഉൾപ്പെടെ അറബ് ലോകത്തിന്റെ കൂറ്. വിമതസേനയ്ക്ക് വിമാനവേധ മിസൈലുകൾ നൽകാമെന്ന വാഗ്ദാനത്തിൽ നിന്നും അമേരിക്ക പിന്നാക്കം പോയത് ബഷാറുൽ അസദിനും സർക്കാർ സേനയ്ക്കും ഗുണകരമായി. പശ്ചിമേഷ്യയിലെ ഭൂപടം മാറ്റിവരക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് എണ്ണ രാഷ്ട്രീയത്തിനും അപ്പുറം അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സൈനിക ഇടപെടലുകളും സഖ്യങ്ങളുമെല്ലാം ഈ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയത്. അതിൻ്റെ ലക്ഷ്യത്തിലെത്തിക്കുക എന്നതിൻ്റെ ആദ്യ ചുവടുപടിയായിരുന്നു ഇറാഖിൽ അമേരിക്കയുടെ സൈനികമായ ഇടപെടലും. അതുകഴിഞ്ഞ് ഈ മേഖലയിൽ നിരന്തരമായി അമേരിക്കയുടെ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ സാഹചര്യത്തിലെല്ലാം വളരെ വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന അറബ് രാജ്യങ്ങളുമായുള്ള സൗഹൃദവും പ്രത്യേകിച്ച് സൗദി അറേബ്യയുമായുള്ള സൗഹൃദത്തിന്
ചരിത്രത്തിൽ ഇതേവരെ ഇല്ലാത്ത തലത്തിലുള്ള ഉലച്ചിൽ തട്ടിയിരിക്കുകയാണ്. ഫലസ്തീൻ പ്രശ്നത്തിലും US പതിവ് പക്ഷപാതിത്വം തുടരുകയാണ്. ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് മടങ്ങിവരാൻ കഴിയാത്ത വിധം ജൂതരാഷ്ട്രത്തിന് നിയാമക പദവി നൽകാനുള്ള US നീക്കം അറബ് ലോകത്തെ നടുക്കം കൊള്ളിക്കുന്നു. ഈജിപ്തിൽ ജനരോഷം ഹുസ്നി മുബാറക്കിനെതിരായപ്പോൾ അമേരിക്ക കൈക്കൊണ്ട ഇരട്ടത്താപ്പ് മറ്ററബ് ഭരണാധികാരികളിൽ സംശയം വർദ്ധിപ്പിച്ചത് സ്വാഭാവികം. മുർസി ഭരണകൂടം പട്ടാള അട്ടിമറിയിലൂടെ പുറത്തായപ്പോൾ രാജ്യത്തിനുള്ള പ്രതിരോധ സഹായം പിൻവലിച്ച യാങ്കി നടപടിയും സൗദി US ബന്ധം തകർത്തു. നഷ്ടസംഖ്യ തങ്ങൾ വകവെച്ചു തരാമെന്ന് ഈജിപ്തിലെ പട്ടാള ഭരണകൂടത്തിന് സൗദി ഉറപ്പു നൽകുകയായിരുന്നു. US ഉൾപ്പെടെ പടിഞ്ഞാറൻ രാജ്യങ്ങളോടുള്ള എതിർപ്പിന്റെ പ്രതിഫലനം തന്നെയായിരുന്നു UN രക്ഷാസമിതി അംഗത്വം വേണ്ടെന്ന് വയ്ക്കാൻ സൗദിയെ പ്രേരിപ്പിച്ചതും. എങ്കിലും അമേരിക്കയെ പൂർണ്ണമായും അകറ്റി നിർത്തുന്നത് ബുദ്ധിയല്ലെന്ന് സൗദിക്കറിയാം. അതുകൊണ്ട് ജാഗ്രതയോടെയാണ് ഓരോ ചുവടും. അടുത്തിടെ ചൈനയിലും ഇന്ത്യയിലും മറ്റുമായി സൗദി കിരീടാവകാശി നടത്തിയ സന്ദർശനം ലുക്ക് ഈസ്റ്റ് പോളിസിയുടെ ശക്തമായ പ്രയോഗവൽക്കരണമായിരുന്നു. അറബ് വസന്തത്തിന് ശേഷം പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയം പുതിയ ഒരു തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒബാമയുടെ ഈ സന്ദർശനം ഈ അവസരത്തിൽ പാളുമ്പോൾ സൗദി അറേബ്യ ലക്ഷ്യം വെക്കുന്ന പുതിയ സഖ്യങ്ങൾ റഷ്യയുമായി അതടുക്കുകയും അതുപോലെ തന്നെ ലുക്ക് വെസ്റ്റ് പോളിസി എന്നതിൽ നിന്ന് മാറി ലുക്ക് ഈസ്റ്റ് പോളിസി എന്ന രീതിയിലേക്ക് അമേരിക്കയുമായുള്ള പഴയ ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് സൗദി അറേബ്യ പുതിയ നയതന്ത്ര ബന്ധങ്ങൾ തേടുകയാണ്. ഇത് ഏതൊക്കെ രീതിയിലാണ് ഈ മേഖലയിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കുക എന്ന് ഇനി വരാനിരിക്കുന്ന നാളുകൾ നാം അറിയാനിരിക്കുന്നതേയുള്ളൂ. പുതിയ ശാക്തിക ചേരികൾക്കൊപ്പം നിന്ന് US അപ്രമാദിത്വത്തെ ഭാഗികമായെങ്കിലും എതിരിടുക. അറബ് രാജ്യങ്ങൾ പലതും ഇപ്പോൾ ഈ ദിശയിലാണ്. എന്നാൽ ഈ പാതയിൽ എത്ര കണ്ട് മുന്നോട്ടു പോകാൻ ഇവർക്ക് കഴിയും? പണി 18 പഠിച്ച യാങ്കി മനസ്സ് അത്ര എളുപ്പം ഇവരെ അതിനനുവദിക്കുമോ? എങ്കിൽ തുടർ സംഘർഷങ്ങൾ തന്നെയാകുമോ പശ്ചിമേഷ്യയെ ഇനിയും കാത്തിരിക്കുന്നത്?